നടി ആക്രമിക്കപ്പെട്ടതിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയത് ദിലീപിന്റെ ഉറക്കം കെടുത്തി. താൻ സമ്മർദ്ദത്തിലാണെന്ന് ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചത് കേസിൽ തിരിച്ചടിയായി. പണം ആവശ്യപ്പെട്ട് പൾസർ സുനി ജയിലിൽ നിന്ന് കൊടുത്തയച്ച കത്ത് ദിലീപിനെ വെട്ടിലാക്കി. തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം നിഷേധിക്കുന്ന നടൻ ദിലീപിനെ കാത്തിരിക്കുന്നത് ജയിൽ ശിക്ഷയോ? അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആദ്യം ആരോപിക്കുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ കൂടിയായ നടി മഞ്ജു വാര്യർ ആണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു. നടി ആക്രമിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം കൊച്ചിയിലെ ദർബാർ ഹാളിൽ ചേർന്ന സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മയിലായിരുന്നു മഞ്ജു ഗൂഢാലോചന ആരോപിച്ചത്. ഇതിന് പിന്നാലെയാണ് ചർച്ചകൾ ദിലീപിലേക്ക് എത്തിയത്. ഇതിന് പിന്നാലെയാണ് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും താൻ സമ്മർദ്ദത്തിലാണെന്ന സന്ദേശം അയച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് കേക്ക് മുറിച്ച് ആഘോഷിച്ച വ്യക്തിയായിരുന്നു ദിലീപ്. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികളുടെ കൂട്ടത്തിലും കോൺഗ്രസ് അനുഭാവിയായ ദിലീപ് ഇടം പിടിച്ചിരുന്നു. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിചാരണയിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ദിലീപിനെ കൈവിട്ടുവെന്ന സൂചനകളുള്ളത്. ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. നടി ആക്രമിക്കപ്പെട്ട് 5-ാം ദിവസമാണ് പിണറായി വിജയന് മെസ്സേജ് അയച്ചത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എന്നാണ് മെസ്സേജ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് മെസ്സേജ് അയച്ചിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അതായത് മുഖ്യമന്ത്രിക്ക് രഹസ്യമായി ദിലീപ് അയച്ച മെസ്സേജ് അടക്കം വിചാരണയിൽ ചർച്ചയായി. മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് അയച്ച സന്ദേശം കോടതിയിൽ എത്തിയെന്ന് സാരം. മുഖ്യമന്ത്രിക്ക് അയച്ച സന്ദേശം എങ്ങനെയാണ് പോലീസിന് കിട്ടിയതെന്ന് വ്യക്തമല്ല. ഏതായാലും ദിലീപിന്റെ ഫോണിൽ നിന്നാണ് കിട്ടിയതെങ്കിലും അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി വാദിച്ചത് കെ രാമൻ പിള്ള എന്ന അഭിഭാഷകനാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അയച്ച മെസ്സേജ് അടക്കം ഹാജരാക്കി ദിലീപിന്റെ പ്രതിരോധത്തെ പ്രോസിക്യൂഷൻ തകർത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. 2017 ഫെബ്രുവരി 22 രാവിലെ 9:22 ദിലീപ് മെസ്സേജ് അയച്ചത്. വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നത് പോലീസിന്റെ കെട്ടുകഥയെന്നാണ് ദിലീപ് നിലപാടെടുത്തത്. ആകെ 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. എനിക്കിപ്പോൾ പണം വേണം. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് സഹതടവുകാരൻ വഴി രഹസ്യമായി കൊടുത്തയച്ച കത്താണ് ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്നതിൽ ഏറെ നിർണായകമായത്. കത്ത് ഇരുവരും തമ്മിലുള്ള സൗഹൃദവും മുൻകാല ബന്ധവും വ്യക്തമാക്കുന്നതായിരുന്നു. ഈ കേസിൽ പെട്ടതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിച്ച പോലെയാണ് എന്ന് പൾസർ സുനി ദിലീപിന് അയച്ച കത്തിൽ പറയുന്നു. പിന്നീട് പുറത്തുവന്ന ഓരോ തെളിവുകളും ദിലീപിന് കുരുക്കായി. കേസിൽ 2017 ജൂലൈ 10 പ്രത്യേക അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ജൂൺ 3 അതിക്രമത്തിനിരയായ നടി പോലീസിൽ ദിലീപിനെതിരെ മൊഴി നൽകി. 2012 മുതൽ ദിലീപ് തന്നോട് കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തിയതായി നടി പറയുന്നു. മഞ്ജു വാര്യരുമായുള്ള വിവാഹം തകർന്നത് താൻ കാരണമാണെന്ന് ദിലീപ് സിനിമാ മേഖലയിലെ എല്ലാവരോടും പറഞ്ഞിരുന്നതായും തനിക്കെതിരെ നിന്നിട്ടുള്ള ഒരാൾ പോലും ചലച്ചിത്ര മേഖലയിൽ തുടർന്നിട്ടില്ലെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും നടിയുടെ മൊഴിയിൽ പറയുന്നു. 2017 മെയ് 1 സംസ്ഥാന പോലീസ് മേധാവിക്ക് ദിലീപ് അയച്ച കത്തും അദ്ദേഹത്തിന് തിരിച്ചടിയായി. കാക്കനാട് ജില്ലാ ജയിലിലെ സഹതടവുകാരനായിരുന്ന വിഷ്ണു ദിലീപിന്റെ കൂട്ടാളികളുമായി സംസാരിക്കാൻ പൾസർ സുനിക്ക് ഒരു മൊബൈൽ ഫോണും സിം കാർഡും എത്തിച്ചു നൽകിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മോഷണം പോയ ഫോണാണ് ഇതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ സനലിന്റെ വീട്ടിൽ നിന്ന് ഫോണും സിം കാർഡും കണ്ടെടുക്കുകയും ചെയ്തു. 2016 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിലെ 410-ാം നമ്പർ മുറിയിൽ വെച്ച് ദിലീപുമായി ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതായി സുനി സമ്മതിച്ചതായി ദിലീപിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് ഇരുവരും കൊച്ചിയിലുണ്ടായിരുന്നു.
സാക്ഷിമൊഴികളും ഹോട്ടൽ ബില്ലുകളും ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു. മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ ഹോട്ടലിൽ ദിലീപിന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തിരുന്നു. കാവ്യ ദിലീപ് ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിനെ ചൊല്ലി നടിയും ദിലീപും തമ്മിൽ വഴക്കിട്ടതായി സുനി മൊഴി നൽകിയിരുന്നു. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന വിവിധ ലൊക്കേഷനുകളിൽ വെച്ചാണ് നടന്നതെന്നും ഇക്കാര്യം സുനി സമ്മതിച്ചതായും പോലീസ് രേഖകൾ പറയുന്നു. ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തൃശൂരിലെ കിണറ്റിങ്ങൽ ടെന്നീസ് ക്ലബ്, എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ CIFT ജംഗ്ഷൻ, തൊടുപുഴ ശാന്തിഗിരി കോളേജ് എന്നിവിടങ്ങളിൽ ഇരുവരും കണ്ടുമുട്ടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ തനിക്കെതിരായ കേസ് ഗൂഢാലോചനയാണെന്നും അതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം.